പി ജെയിംസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തു. പക്ഷേ അദ്ദേഹം പറയാതെ പോയതൊരു കാര്യം, എല്ലാവർക്കും പലരെയും വളർത്തി വലുതാക്കുമ്പോഴും തനിക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന പല രാഷ്ട്രീയ നഷ്ടങ്ങളിലും ഏതെങ്കിലും തരത്തിൽ നിരാശ ഒന്നുമേ ഇല്ലാതെ, ഏതെങ്കിലും തരത്തിൽ മടുപ്പില്ലാതെ ഈ വാരിക്കോരി കൊടുക്കൽ തുടർന്നുകൊണ്ടേയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തെന്നല പി ജെയിംസ്. തീർച്ചയായിട്ടും ഹാഷ്മി, ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകനായി ഉണ്ടായിരുന്ന കാലത്ത് തെന്നല സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ പോലും ആരോടോ പകയോ ദേഷ്യമോ ഒന്നും കണ്ടില്ല. എപ്പോഴും ഒരു സുസ്മേരവദനായിട്ടിരിക്കുന്ന ഒരു നേതാവിനെയാണ്. ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഒരു നേതാവായിരുന്നു തെന്നലയുടെ ഒരു പ്രത്യേകത, അന്ന് ഗ്രൂപ്പ് പോരൊക്കെ അതിശക്തമായ സമയത്ത് എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്, മൂന്നാം ഗ്രൂപ്പൊക്കെ, ഇതിനിടയിൽ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ആളായിരുന്നു തെന്നല. ഈ തെന്നലെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തെന്നൽ വളരെ മന്ദമായിട്ടാണ് എത്തുന്നത്, മന്ദമാരുതൻ എന്നൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം അതുപോലെ അതേ സ്വഭാവം തന്നെയായിരുന്നു. പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ എന്താ പറയുക, സൗമ്യനായി എല്ലാവരോടും പെരുമാറുകയും ഗ്രൂപ്പിന് അതീതമായി എല്ലാവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത ആളാണ്. ഒരിക്കലും ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ആളേ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പവർ പൊളിറ്റിക്സിൻ്റെ കളികൾ വന്നപ്പോൾ തെന്നലയ്ക്ക് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഓർക്കുന്നത് 2001 വൻ ഭൂരിപക്ഷത്തിന് UDF അധികാരത്തിൽ വരുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആന്റണിയൊക്കെ സ്ഥാനത്തേക്കൊക്കെ എത്തുന്ന സമയത്ത് തെന്നലയായിരുന്നു ആ വിജയം നേടിക്കൊടുത്ത KPC പ്രസിഡന്റ്. പക്ഷേ ഒരു പവർ ഇതിൻ്റെ ഭാഗമായിട്ട് മാറ്റം വന്നപ്പോൾ മുരളീധരൻ KPCC പ്രസിഡന്റ് ആവുന്ന സമയത്ത് തെന്നലയ്ക്ക് മാറിക്കൊടുക്കേണ്ടി വന്നു.